ഇനി വൈപ്പിൻ ഞാറയ്ക്കൽ നിന്നൊരു ബംഗ്ലാദേശിയെ കൂടി പോലീസ് പിടികൂടിയിരിക്കുകയാണ്. ഇയാളുടെ കയ്യിൽ നിന്നും ഒറിജിനൽ ആധാർ കാർഡും കണ്ടെടുത്തു. ഇതെങ്ങനെ ലഭിച്ചു എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. ബിനിൽ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബിനിൽ, ഇതിനു മുൻപ് പിടിച്ച ആളുകളുടെ കയ്യിൽ നിന്നും ഐഡന്റിഫിക്കേഷൻ കാർഡ് ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഈ ID കാർഡ് ഉണ്ട്. അതെങ്ങനെയാണ് കിട്ടിയതെന്ന് അറിയുന്നു. പോലീസ് നൽകുന്ന പ്രാഥമികമായ വിവരങ്ങൾ എന്തൊക്കെയാണ്? ആര്യ, വളരെ ഗൗരവപ്പെട്ട സാഹചര്യമാണ്. കാരണം ബംഗ്ലാദേശികളെ കൂട്ടത്തോടെ പിടികൂടുന്നു. കഴിഞ്ഞ ദിവസം 27 പേരെയാണ് ഒരു ഒറ്റ കെട്ടിടത്തിൽ നിന്ന് പിടികൂടിയത്. ഇവരുടെ കൈകളിലെല്ലാം ആധാർ കാർഡുണ്ട്. ആധാർ കാർഡ് പലരും ബംഗ്ലാദേശിൽ നിന്ന് തന്നെ സംഘടിപ്പിച്ചു വന്നു എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന വസ്തുത. ഇന്നിപ്പോ ഞാറയ്ക്കൽ നിന്നാണ് മറ്റൊരു ബംഗ്ലാദേശിയെ പിടികൂടിയിരിക്കുന്നത്. ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ അയാൾ സമ്മതിച്ചു, ഞാൻ ബംഗ്ലാദേശ് പൗരനാണ്, ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി വന്നതാണ്. പക്ഷേ ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ആധാർ കാർഡ് പോലീസ് പരിശോധിച്ചു. ഈ ആധാർ കാർഡുമായി ഇയാളെ കുട്ടി അക്ഷയ സെന്ററിൽ പോയി ഇയാളുടെ ഫിംഗർ പ്രിന്റ് അടക്കം പോലീസ് പരിശോധിച്ചപ്പോൾ പോലീസ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. കാരണം ഇതൊരു ഒറിജിനൽ ആധാർ കാർഡാണ് ഇയാളുടെ കൈകൾ ഉണ്ടായിരുന്നത്. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്നതാണ് പോലീസിനെ കുഴയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്നത്. കാരണം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരിച്ചറിയൽ രേഖ എന്ന നിലയിലാണ് ഈ ആധാർ കാർഡ് മാറുന്നത്. നമ്മുടെ ഐറിസ്, ഫിംഗർ പ്രിന്റുകൾ ഇതെല്ലാം വെച്ചുകൊണ്ടുള്ള ഒരു യുണിക് ഐഡന്റിഫിക്കേഷൻ നമ്പറാണ്. അതിലാണ് ഇത്തരത്തിൽ വ്യാപകമായ തട്ടിപ്പ് നടക്കുന്നത്. മറ്റൊരു രാജ്യത്തിലെ പൗരൻ നമ്മുടെ നാട്ടിൽ നുഴഞ്ഞു കയറി വന്ന് ഈ ആധാറൊക്കെ സംഘടിപ്പിക്കുന്നു, വ്യാജമല്ലാത്ത ആധാർ സംഘടിപ്പിക്കുന്നു എന്നത് രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് കേന്ദ്ര ഏജൻസികളടക്കം കൈകാര്യം ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. ഇതിൻ്റെ ഒരു വ്യാപ്തി എങ്ങനെ പോകുമെന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. കൂടുതൽ ബംഗ്ലാദേശികൾ കേരളത്തിൽ, പ്രത്യേകിച്ച് എറണാകുളം ജില്ലയുടെ റൂറൽ മേഖലയിലൊക്കെ ഉണ്ട് എന്നതാണ് പുറത്തു വരുന്ന വിവരം. ഈ 27 പേർ കൂട്ടത്തോടെ പിടിയിലായ ശേഷം കുറച്ചധികം പേർ ഇവിടെ നിന്ന് പെട്ടെന്ന് നാട് വിട്ടിട്ടുണ്ട്. അവരുടെ കാര്യങ്ങളിലൊക്കെ തന്നെ പോലീസിന് വലിയ സംശയവുമുണ്ട്. ശരി.